ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. സുഖമല്ലേ എല്ലാവർക്കും? ചായയൊക്കെ കുടിച്ചോ? കിച്ചൂസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ ഫോളോ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്ക്. പേര് മറക്കണ്ട, വോയിസ് ഓഫ് കിച്ച്. കൂട്ടത്തിൽ ആ ബെല്ലൈക്കണം അമർത്തണം. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് വരുള്ളൂ കേട്ടോ. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആരെക്കുറിച്ചാണെന്നല്ലേ? നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ഏറ്റവും വേണ്ടപ്പെട്ട 2 വ്യക്തികളെക്കുറിച്ചാണ്. ആരാന്നല്ലേ? അത് തന്നെ നമ്മുടെ മാതാപിതാക്കൾ. നമ്മുടെ ലൈഫിൽ ഏറ്റവും വേണ്ടപ്പെട്ട 2 വ്യക്തികളാണ് അവർ. പക്ഷേ ഇന്നത്തെ സമൂഹം മറന്നു പോകുന്നതും അത് തന്നെയാണ്. അവരെയാണ് മറന്നു പോകുന്നത്. നമ്മൾ ഓരോരുത്തരും ഓരോ ന്യൂസും കേൾക്കുന്നതല്ലേ. അപ്പനെ കൊന്നു, അമ്മയെ കൊന്നു, അല്ലെങ്കിൽ അമ്മയെ വഴിയിലിറക്കി വിട്ടു, അപ്പനെ വഴിയിലിറക്കി വിട്ടു, വൃദ്ധമന്ദിരത്തിലാക്കി എന്നൊക്കെ. എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ഒരു വാക്കിലോ 1000 വാക്കിലോ തീർത്താൽ തീരുന്ന കടപ്പാടല്ല നമ്മുടെ മാതാപിതാക്കളോടുള്ളത്. ബാങ്ക് വിളിക്കുന്നു. നമ്മുടെ മാതാവ് നമ്മളെ 10 മാസം ഗർഭപാത്രത്തിൽ ചുമന്നപ്പോൾ നമ്മുടെ പിതാവ് നമ്മളെ ചുമക്കുന്നത് നെഞ്ചിലാണ്. നമ്മൾ ഓരോരുത്തരും ഇന്ന് ഈ നിലയ്ക്കാകാൻ കാരണക്കാരാരാ? നമ്മുടെ മാതാപിതാക്കളല്ലേ. അവർ നമ്മളെ തെരുവിൽ ഉപേക്ഷിക്കാതെ, നമ്മളെ കഷ്ടപ്പെടാൻ വിടാതെ പോറ്റി വളർത്തിയത് കൊണ്ടല്ലേ നമ്മൾ ഓരോരുത്തരും ഇന്ന് ഓരോരോ നിലയിൽ എത്തിച്ചേർന്നത്. അതിൻ്റെ എല്ലാം പിന്നിൽ അവരുടെ കഷ്ടപ്പാടും പ്രയാസവും കണ്ണുനീരുമുണ്ട്. വളർന്ന് വലുതായി പോകുമ്പോൾ നമ്മളതെല്ലാം മറന്നുപോകും. നമ്മുടേതായ ലോകത്ത് നമ്മുടേതായ ജീവിതങ്ങൾ കെട്ടിപ്പടുക്കുന്നതിൻ്റെ തിരക്കിൽ അങ്ങനെ 2 ജന്മങ്ങളുള്ള കാര്യം നമ്മൾ മറന്നുപോകും. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും നമ്മുടെ മാതാപിതാക്കളോടൊപ്പം നമ്മൾ കഴിഞ്ഞ ആ നിമിഷമാണെന്ന്. നഷ്ടപ്പെട്ടു പോയാൽ പകരം വയ്ക്കാൻ പറ്റാത്ത സ്നേഹം അത് നമ്മുടെ മാതാപിതാക്കളുടെയാണ്. അവർക്ക് പകരം വയ്ക്കാൻ മറ്റൊന്നിനും ആകില്ല. അച്ഛനില്ലാത്ത വീട് ഇരുട്ടുമുറി നിറഞ്ഞ ജീവിതം പോലെയാണ്. അമ്മയില്ലാത്തത് മരുഭൂമിയിലെ ജീവിതം പോലെ. തളർന്നു പോകും നമ്മൾക്ക്. ഇന്ന് പല മക്കളുടെയും പരാതിയാണ്, അച്ഛന് സ്നേഹമില്ല, അമ്മയ്ക്ക് സ്നേഹമില്ല, അമ്മയ്ക്ക് ജോലിത്തിരക്കാണ്, അച്ഛന് ജോലിത്തിരക്കാണ്, ഞങ്ങളെ ശ്രദ്ധിക്കുന്നില്ല. സ്നേഹമില്ലാഞ്ഞിട്ടല്ല മക്കളെ, നിങ്ങളെ വളർത്തിയെടുക്കുന്ന കഷ്ടപ്പാടുകൾക്കിടയിൽ അവർക്ക് പ്രകടിപ്പിക്കാൻ കഴിയാതെ പോകുന്നതാണ്. അവരുടെ സ്നേഹം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയാണെന്നല്ലേ? 3 നേരം നമ്മുടെ മുമ്പിൽ വരുന്ന ആഹാരത്തിൽ കൂടി, നമ്മുടെ ഓരോരോ ആവശ്യങ്ങൾ നിറവേറ്റിത്തരുന്നതിൽ കൂടി, ഓരോരോ ആഘോഷങ്ങൾ വരുമ്പോൾ അവർക്കില്ലേലും നമുക്ക് വാങ്ങിത്തരുന്ന ആ ഡ്രസ്സിൽ കൂടി, നമുക്കൊന്ന് വയ്യാതെ വരുമ്പോൾ ഉറക്കളച്ചിരിക്കുന്ന ആ ഇരിപ്പിൽ കൂടി, അതും അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും പുറത്ത് എവിടെയെങ്കിലുമൊക്കെ പോയി ചുറ്റി അടിച്ചിട്ട് വരുമ്പോൾ, കുറച്ച് ലേറ്റായിട്ട് വരുമ്പോൾ ആകുലതയോടുകൂടി നമ്മളെ ചീത്ത പറയാറില്ലേ, തല്ലാൻ വരാറില്ലേ? അതൊക്കെയാണ് അവരുടെ സ്നേഹം. അവർക്ക് അങ്ങനെയൊക്കെ പ്രകടിപ്പിക്കാനേ കഴിയൂ. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളോട് എനിക്കൊന്നേ പറയാനുള്ളൂ, നമ്മുടെ ജീവിതത്തിലെ 2 മുത്തുകൾ അല്ലെങ്കിൽ 2 നിധികളാണ് നമ്മുടെ മാതാപിതാക്കൾ. അവർ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട അത്രയൊന്നും നമുക്ക് അവർക്ക് പകരം നൽകാൻ പറ്റില്ല. എങ്കിൽ പോലും നമ്മുടെ കുറച്ച് സമയം അവർക്കായിട്ട് നമുക്ക് നീക്കി വയ്ക്കാം. നമ്മളോട് ചേർത്ത് നിർത്താം അവരെ, എങ്ങും ഉപേക്ഷിച്ച് കളയാതെ. അവർക്ക് നമ്മൾ ഭാരമല്ലായിരുന്നല്ലോ, അപ്പം നമുക്ക് അവരും ഭാരമാകാൻ പാടില്ല. നമ്മൾ ഓരോരുത്തരും കുടുംബമായി കഴിഞ്ഞ് നമുക്കും മക്കളുണ്ടാകാറുണ്ടല്ലേ. നമ്മളും അവരെ ഇങ്ങനെയല്ലേ പോറ്റി വളർത്തുന്നത്. നാളെ നമ്മൾ അവർക്കൊരു ഭാരമായാലോ? നമ്മളെ കണ്ടല്ലേ അവർ വളരുന്നത്. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് നമുക്ക് മാതൃകയാകാം. നമ്മുടെ മാതാപിതാക്കളെ നമുക്ക് ചേർത്ത് പിടിക്കാം. നമ്മുടെ മക്കൾ നമ്മളെയും ചേർത്ത് പിടിക്കട്ടെ. താങ്ക് യു ഓൾ.